ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ഹാൻ കുട്ടിയായിരിക്കുമ്പോൾ കോമ സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് പോലീസുകാരൊക്കെ മൊഴിയെടുക്കാനായിട്ട് വന്നിരുന്നു. അവളോട് ചോദിക്കുന്നതിനെല്ലാം അവൾ ഒരൊറ്റ മറുപടിയാണ് പറയുന്നത്, അവിടെ വേറെ ആരോ ഉണ്ടായിരുന്നു എന്ന്. എന്നെ ആരോ രക്ഷിക്കാനും നോക്കി, അവിടേക്ക് വേറെ ആരോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അവിടെ സീൻ കട്ടാക്കി ഹീറോയും ഹാനും പിണക്കമൊക്കെ മാറ്റി ഒരുമിച്ച് വന്നോണ്ടിരിക്കുക. നിനക്കൊരു കാര്യം അറിയോ ഹാൻ, കുട്ടിയായിരുന്നപ്പോൾ നീ ഓരോ കുഞ്ഞു കാര്യത്തിനും കരയുമായിരുന്നു. ഇപ്പോഴും അതിനൊന്നും വലിയ മാറ്റമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഹാൻ, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നീ എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. ഒരിക്കലും ഞാൻ നിന്നെ കരയിക്കില്ല. എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഹ്യൂമൻ ആണെങ്കിലും ഗോസ്റ്റ് ആണെങ്കിലും അവരുടെ അടുത്തെല്ലാം എന്റെ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കും. നിന്നെ കരയിക്കാതെ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവാനായിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്ര ശ്രമിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസ് ആണെന്ന് പറയാ. ഇതെല്ലാം കേൾക്കുന്ന ഹാന് ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി ഹാനിന്റെ ബോസ് ആയിരുന്ന ആ ഒരു ലോയർ ഇപ്പൊ മിനിസ്റ്റർ ആയിട്ട് സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. അയാൾ റിപ്പോർട്ടേഴ്സിനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷം മുമ്പുള്ള യൂണിന്റെ കേസിനെ പറ്റി ചോദിക്കാൻ തുടങ്ങി. യൂൺ എന്തിനായിരിക്കും സൂയിസൈഡ് ചെയ്തത് എന്നുള്ള രീതിയിൽ. അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ, അയാൾ തന്നെയാണ് ആ കൾപ്രിറ്റ്. അപ്പൊ പിന്നെ ആ ഒരു മനോവിഷമത്തിൽ സൂയിസൈഡ് ചെയ്തതാണെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് അല്ലേ നിങ്ങൾക്ക്? ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. 3 വർഷം മുമ്പുള്ള കേസ് അത് അതുപോലെ തന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ന്യൂസിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം ടിവിയിലിരുന്ന് കിം കാണുന്നുണ്ടായിരുന്നു. അയാൾ സംസാരിക്കുന്നതിനനുസരിച്ച് കിമ്മിന് ദേഷ്യം കൂടിക്കൂടി വന്നു. അതും ഈവിൾ സ്പിരിറ്റ് എല്ലാം പുറത്തു വരുന്ന രീതിയിൽ. ഹീറോയും ഹാനും വീട്ടിലെത്തിയിരുന്നു. ഹാൻ, ഇതെല്ലാം നീ കാര്യമായിട്ട് എടുക്കണ്ട. ഇതുപോലെ ഗോസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നിനക്കൊരു കാര്യം അറിയോ, ആ ഒരു ടൈമില് എന്റെ അവസാനത്തെ ശ്വാസത്തില് എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എന്റെ സ്റ്റുഡിയോയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരു ഫോർമാലിറ്റി, എന്തിനു വേണ്ടിയാ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് തിരികെ വന്ന് ഈ ഫോട്ടോ എടുത്തിട്ട് പോകുന്നതെന്നൊക്കെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലവിന്റെ പവർ. നമുക്ക് പ്രിയപ്പെട്ടവരെ ലാസ്റ്റ് നിമിഷമെങ്കിലും ഒരു തവണ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ആഗ്രഹമൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞു. റിയലി ലവ് യു ഹാൻ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് കണ്ടതും ടെൻഷനായിട്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി യൂണിപ്പോ ആ ഒരു മിനിസ്റ്റർ ലോയറിനെ കൊല്ലാനായിട്ട് അയാളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അയാളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ നാം വന്ന് തടയുന്നുണ്ട്. ഹീറോ നിന്റെ അടുത്ത് വെച്ചേക്കുന്ന വിശ്വാസം നീ ഇങ്ങനെയാണോ തകർക്കുന്നത്? നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാവുന്നതെന്നൊക്കെ പറഞ്ഞ് കാം ഡൗൺ ആക്കി നേരെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. സ്റ്റുഡിയോയിൽ വന്നിട്ട് യൂൺ ബഹളം വെക്കാൻ തുടങ്ങി. കണ്ടില്ലേ എന്തൊക്കെയാ അവൻ പറയുന്നതെന്ന്? എനിക്ക് എന്തോ സംശയമുണ്ട്, അയാളാണ് ഇതിന് പിന്നിലെന്ന്. അല്ലെങ്കിൽ ഇത്രയും എന്നെ ബ്ലെയിം ചെയ്യേണ്ട കാര്യം എന്താ? ഇത്രയും പെട്ടെന്ന് എല്ലാം എന്റെ തലയിലാക്കി കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് എന്റെ ഇത്ര ധൃതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടേക്ക് ഗു വരുന്നുണ്ട്. ഗു വന്നതും എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് സൈൻ കാണിക്കുന്നുണ്ട്. അത് കണ്ടതും നടന്ന കാര്യങ്ങളൊക്കെ ഹീറോ പറയാൻ തുടങ്ങി. ഈ ലോയറുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു പോലീസുകാരനുണ്ട്. അയാളാണ് ഈ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ലോയറിനെ ഹെൽപ്പ് ചെയ്തത്. അയാളുടെ ദേഹത്തേക്ക് ഗു കയറിയിട്ട് മിനിസ്റ്ററിന് മെസ്സേജ് അയച്ചു, സാർ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെടും. എനിക്ക് എത്ര നാള് ഇതെല്ലാം പറയാതിരിക്കാൻ പറ്റുമെന്നും അറിയില്ല. നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നേരിട്ട് കാണണമെന്ന് പറയാ. മിനിസ്റ്ററും അതിന് റിപ്ലൈ ആയിട്ട് നീ ഇന്ന സ്ഥലത്തേക്ക് വാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ പോലീസുകാരൻ ഫോണും തപ്പി നടക്കുക. ഗു അയച്ച മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആക്കി അയാൾ വെച്ചത് മാത്രം വെച്ചു. എന്നിട്ട് ഫോൺ അവിടെ നിലത്ത് വിട്ടു. പോലീസുകാരൻ വന്ന് നോക്കിയപ്പോ നീ ഇന്ന സ്ഥലത്തേക്ക് വാ എന്ന് മാത്രം മെസ്സേജ് കണ്ടുള്ളൂ. അയാൾ കരുതി മിനിസ്റ്റർ കോൾ ചെയ്തതായിരിക്കുമെന്ന്. മെസ്സേജ് കണ്ടുപോലെ തന്നെ പോലീസുകാരൻ മിനിസ്റ്ററിനെ കാണാനായിട്ട് ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. മിനിസ്റ്റർ കരുതി ഇയാളെല്ലാം പറയാൻ വേണ്ടി തുടങ്ങുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഭീഷണിയുടെ സ്വരത്തില് നീ ഇതെല്ലാം പുറത്തു പറയാൻ വേണ്ടി തുടങ്ങുകയാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കഥയും ഇതേപോലെ തന്നെ കഴിയും. നടന്ന കാര്യങ്ങളൊക്കെ മൂടി വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞ് അവര് തമ്മില് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഏറെക്കുറെ സംസാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കാറ് തനിയെ പോകാൻ തുടങ്ങി. രണ്ടുപേരും ശരിക്കും പേടിച്ചു. കാരണം കാറ് തനിയെ പോകുമ്പോ ആരാ പേടിക്കാത്തത്? ഗോവും നമ്മും ഓൾറെഡി കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വണ്ടി ഓടിച്ചോടിച്ച് ഹീറോ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അസിസ്റ്റന്റ് രണ്ടുപേരും ഇറങ്ങിക്കോ, ഇനി ഞാൻ കയറാന്ന് പറഞ്ഞ് ഹീറോ ഡോർ തുറന്നിട്ട് ഇനി ഒരു റൈഡും കൂടെ പോണ പോലീസുകാരാന്ന് ചോദിക്കുക. പോലീസുകാരൻ ഇത് കേട്ടതും അതിലെ ഇറങ്ങി ഓടി. എന്നിട്ട് മിനിസ്റ്ററിന്റെ അടുത്ത് ഹീറോ കയറി, വേറൊന്നുമല്ല, ഞാൻ എന്റെ ഫോൺ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, റെക്കോർഡർ ഓൺ ആയിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചോ? ഇതെല്ലാം റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ, ഇനി ഇതെങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? അപ്പൊ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കുമല്ലേ എന്ന് പറയാ. ഉടനെ അയാളും, നിനക്കെന്താ വേണ്ടത്? നീ ആരാ, പ്രസ് ആണോ അതോ ഡിറ്റക്റ്റീവോ? ഇനി പൈസക്കാണെങ്കിൽ അത് എത്ര വേണ്ടെന്ന് ചോദിച്ചാൽ മതി. നിനക്ക് വേണ്ടത് എത്രയാന്ന് വെച്ചാ ഞാൻ തരാന്ന് പറയാ. ഉടനെ ഹീറോ, എനിക്കിതൊന്നും വേണ്ട, കിമ്മ് ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാ. നിനക്കെന്താ പ്രാന്താണോ? എന്നെ പൊട്ടനാക്കാന്ന് കരുതിയോ? 3 വർഷം മുമ്പ് മരിച്ചയാളെങ്ങനെയാ എന്നോട് ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോളാൻ പറയാ. ഹീറോ കിമ്മ് ചോദിക്കുന്നതൊക്കെ അയാളെടുത്ത് ചോദിക്കാൻ തുടങ്ങി. എന്തിനാ എന്നെ കൊന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇത്രയും വലിയൊരു കേസിപ്പെടുത്തിയതും എന്റെ ലൈഫ് മൊത്തം കളഞ്ഞതും? നിങ്ങൾക്ക് ഇതിനുള്ള പണിഷ്മെന്റ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയും കിമ്മും ഗൂവും അവിടെ നിന്ന് പോവാണ്. ഇയാളെ കൊടുക്കാനുള്ള എവിഡൻസ് ഒക്കെ ഇവരെ ഏകദേശം കളക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. യൂണിന് ഇപ്പൊ ഒരു സമാധാനമുണ്ട്. ഇവൻ ആഫ്റ്റർ ലൈഫിലേക്ക് പോയാലും ഇവന്റെ പേരിലുള്ള കേസും കാര്യങ്ങളൊക്കെ ഹീറോയും ഹാനും സോൾവ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം. ഹീറോ യൂണിന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ആഫ്റ്റർ ലൈഫിലേക്ക് പോയില്ലെങ്കിൽ എന്ത്
എന്താ സംഭവിക്കുക, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. എല്ലാം യൂണിന് മനസ്സിലായോണ്ട് അവൻ നാളെ തന്നെ പോവാനും സമ്മതിച്ചു. ഹീറോ ആ ലോയറിന്റെ കയ്യിൽ നിന്നും റെക്കോർഡ് ചെയ്ത സാധനം എല്ലാം ഹാനിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. ഹാൻ അതെല്ലാം പ്ലേ ചെയ്യുന്ന അനുസരിച്ചാണ് അവക്ക് കൂടുതൽ സത്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങുന്നത്. അവളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടത് സഹിതം അയാള് കണ്ടുപിടിച്ച ഓരോ മാർഗങ്ങളായിരുന്നുവെന്ന്. അവൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാനിന്റെ ഫോണിൽ നിന്ന് ഹീറോയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അതിൽ പേര് സേവ് ചെയ്തേക്കുന്നത് ഇപ്പോഴും സേഫ് സോൺ എന്ന് തന്നെയാ. അത് കണ്ടതും ഹീറോനെ വന്ന് ഹഗ് ചെയ്തിട്ട് ഞാൻ നിന്റെ ആരാന്ന് ചോദിക്കുക. അല്ല, സ്ട്രേഞ്ചറിനെ പോലെ ഇപ്പോഴും സേഫ് സോൺ എന്ന് തന്നെയാണല്ലോ സേവ് ചെയ്തിട്ടേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാ. സേഫ് സോണിനെ പിന്നെ അങ്ങനല്ല സേവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ശരി, ഞാൻ ഇനി സേഫ് പേഴ്സൺ എന്നും സേവ് ചെയ്യാന്ന് പറയാ. അതോടെ കേട്ടപ്പോ അയ്യടാ, ഈ നാട്ടിലുള്ള എല്ലാ ആമ്പിള്ളാരും എങ്ങനെയൊക്കെ അവരുടെ ഗേൾ ഫ്രണ്ടിന്റെ പേര് ചക്കരെ മുത്തേ പൊന്നെ എന്നൊക്കെ സേവ് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ. എന്റെ മാത്രം പേഴ്സൺ മിസ്റ്റർ മിസസ് എന്നൊക്കെ പറഞ്ഞ് ഒഫീഷ്യൽ ആക്കി ഇട്ടേക്കാണോ ചോദിക്കുക. പേര് മാറ്റണോ, മാറ്റിയേക്കാന്ന് പറഞ്ഞ് അവരെങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ സീൻ കട്ടാക്കി നമ്മിന്റെ വൈഫ് നമ്മിന്റെ അടുത്തുനിന്ന് മൂവ് ഓൺ ചെയ്യാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവള് മാറ്റാൻ തുടങ്ങി. ഒരു റൂമിന്റെ അകത്ത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് വെച്ച് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അവള് പോയ ഉടനെ വന്ന് എല്ലാ സാധനങ്ങളും എടുത്തു നോക്കുക. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കല്യാണത്തിന് മുമ്പ് ആരെയൊക്കെ വിളിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്തതും പ്ലാൻ ചെയ്തതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി ഹീറോ യൂണിന്റെ പെങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. യൂണിന് അവരുടെ ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹീറോ ഈ കാര്യങ്ങളൊക്കെ പെങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവൾ ഇതൊന്നും കാര്യമാക്കുന്നില്ല. നിനക്കിതെല്ലാം വിശ്വാസമായി വരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ബ്രദറിന്റെ ലാസ്റ്റ് മൊമെന്റിലെങ്കിലും നീ ഈ സ്റ്റുഡിയോയിലേക്ക് വരണം എന്ന് പറഞ്ഞ വിസിറ്റിംഗ് കാർഡും കൊടുത്ത് ഹീറോ അവിടുന്ന് പോകുന്നുണ്ട്. അന്ന് നൈറ്റ് സിസ്റ്ററിന് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യൂൺ പറയുന്നുണ്ട് അവള് കൊച്ചിലെ മുതലേ ഈ ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ വെറും കള്ളക്കഥയാണെന്ന് പറഞ്ഞ് ഇതൊന്നും തീരെ വിശ്വസിക്കാത്ത ആളാ. അതുകൊണ്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് പറയാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവിടേക്ക് പെങ്ങളും അമ്മയും വരുന്നുണ്ട്. അമ്മേനെ കണ്ടതും യൂണിന് കൂടുതൽ സന്തോഷമായി. അമ്മ വന്നിരിക്കുന്നത് യൂണിന് വേണ്ടി പുതിയ കോട്ടും സ്യൂട്ടും ഒക്കെ ആയിട്ടാണ്. അവൻ ജീവിച്ചിരുന്നപ്പോ എനിക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല, ഇത് അവന് വേണ്ടി നീ കൊടുക്കണമെന്ന് പറഞ്ഞ് ഹീറോനെ ഏൽപ്പിക്കുക. യൂണും അതെല്ലാം വിയർ ചെയ്ത് നല്ല സുന്ദരക്കുട്ടനായിട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഫ്ലാഷ് അടിച്ചപ്പോ തന്റെ മകൻ അടുത്തുണ്ടെന്ന് അറിഞ്ഞ അമ്മയുടെ കണ്ണുകള് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അനിയത്തിക്കും അമ്മയ്ക്കും ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോ ഹാനിന്റെ അടുത്തും ഹീറോയുടെ അടുത്തൊക്കെ വന്ന് യൂൺ താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി അവരുടെ ഫോട്ടോയും എടുത്ത് അവിടെ നിന്നും യാത്രയായി. ഈ ഒരു മൊമെന്റോടെ അനിയത്തിയും അമ്മയും കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇനിയുള്ള ലൈഫൊക്കെ ജീവിക്കും. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടമൊക്കെ ഇപ്പൊ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു കേസും ഏകദേശം തീരാറായ സന്തോഷത്തില് ഹാനും ഹീറോയും സ്റ്റുഡിയോയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ടൈമിലാണ് ഹാൻ ഒരു കാര്യം ചോദിക്കുന്നത്. ഹീറോയുടെ തോളിലുള്ളതും ഹാനിന്റെ കയ്യിലുള്ളതും ഒരേ മാർക്കാണ്. ഒരുപക്ഷെ ഹീറോയുടെ അങ്കിളിന്റെ മാർക്കാണോ ഇനി ഹാനിലേക്ക് മാറി വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട്. കാരണം ക്യാമറ അങ്കിളിന്റെ കയ്യിലായിരുന്നു. ഹാനിന്റെ കയ്യിൽ അത് വരണമെങ്കിൽ അങ്കിള് ഹാനിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവർ ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ സീൻ കട്ടാക്കി കിം ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമില് സ്റ്റുഡിയോയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങി. ഹാനും ഹീറോയും അവിടെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ എന്തിനാ സിംഗിൾ ആയിട്ട് നടക്കുന്നേ, ഞാൻ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാ. ഇത് കേൾക്കുന്ന ഗുവിനാണ് നെഞ്ചിരിച്ചിലാവുന്നത്. ഗു ഒന്നും നോക്കില്ല, ഉടനെ ഒരു ഷോപ്പിൽ പോയി അടിപൊളി ഒരു ഡ്രസ്സ് മേടിച്ചു. ആ ഡ്രസ്സിന്റെ ബില്ല് വന്നത് മെസ്സേജ് വരുന്നത് ഹീറോയ്ക്കാണ്. കാരണം ഹീറോയുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഗു ഇവിടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മെസ്സേജ് കണ്ടതും നിന്നെന്ന് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് കാറി പൊളിക്കുക. സ്റ്റുഡിയോയിൽ വന്നിട്ട് ഹീറോ ഗുവിനെ നിർത്താതെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ട് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, പൈസ അങ്ങ് വെറുതെ എടുത്ത് ചെലവാക്കിയാൽ മതിയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. ഉടനെ ഗുവും ഞാനിവിടെ പട്ടിയെ പോലെ 3 നേരം പണിയെടുക്കുന്നത് പോരെ നിങ്ങൾക്ക്, എന്നിട്ട് ശമ്പളം പോലും മേടിക്കുന്നില്ല, ആകെ 3 നേരം ഫുഡ് തരും, അത് മാത്രമല്ല ചെയ്യുന്നുള്ളൂ, ഇതിപ്പോ അത്ര കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവിടേക്ക് ഹാൻ വന്നിട്ട് എന്തായാലും ഈ കോട്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് പറയാ. താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഗു ആദ്യമേ ചോദിക്കുന്നത് കിം എവിടെയെന്നാ. കിമ്മിന് ഇന്നൊരു പാർട്ടി ഉണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ കിമ്മിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവിടെ ചെന്നപ്പോ മാനേജറെ ഡ്രിങ്ക് ചെയ്തിട്ട് കിം ഡ്രൈവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ബഹളം മാത്രമല്ല, നിനക്ക് അസുഖമുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, ഡ്രിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ദാരിദ്ര്യം പിടിച്ച ലൈഫ് അടി നിന്റെ എന്നൊക്കെ പറഞ്ഞ് കിമ്മിനെ അങ്ങ് ചീത്ത പറയാൻ തുടങ്ങി. അതൊന്നും കിമ്മിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഗുവിന് അത്ര കൂടി ഇഷ്ടപ്പെടുന്നില്ല. വേറൊരാളുടെ ബോഡി കയറി 2 ഇടിയും കൊടുത്തിട്ട് കിമ്മിനെ വിളിച്ചുകൊണ്ട് അവിടെ ഓടാൻ തുടങ്ങി. ആ ഓട്ടത്തിൽ തന്നെ കിമ്മിന് മനസ്സിലായി ഇത് ഗു ആണെന്ന്. ഉടനെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഒരു ഡ്രിങ്ക് കൊടുത്തിട്ട് ഇത് കുടിച്ചോന്ന് പറഞ്ഞ് പോക്കറ്റില് ഒരു പേപ്പർ വെക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, ഈ ബോഡിയിലിരിക്കുന്ന ഗോസ്റ്റ് ഇപ്പൊ ട്രാപ്പ് ആയേക്കുക, പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാ. ഇത് കേൾക്കുന്ന ഗുവിന് ഷോക്കായി. ഇവക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള രീതിയിൽ എന്തിനാ എനിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്, ആദ്യമൊക്കെ എന്നെ ശല്യപ്പെടുത്തിയെങ്കിലും ഇപ്പൊ എല്ലാ കാര്യം എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതിനെല്ലാം കറക്റ്റ് ആയിട്ട് മറുപടി പറയണമെന്ന് പറയാ. ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഗുവിന്റെ സമയം തീരാറായി. 10 മിനിറ്റിന്റെ അലാറം അടിച്ചിട്ടും ഗുവിന് ആ ബോഡിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. കിമ്മ് പോക്കറ്റിൽ വെച്ച ആ ഒരു പേപ്പർ
പേപ്പറിന്റെ ബലാന്ന് തോന്നുന്നു. ഗു ഉടനെ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹലോ പറയണോന്നല്ല കരുതിയത്. ഞാനാണ് 3 വർഷം മുമ്പ് നിനക്ക് മെസ്സേജ് അയച്ച് നിന്നെ ഡേറ്റ് ചെയ്തോണ്ടിരുന്ന ആള്. എനിക്ക് ടൈമില്ല. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, നീ എനിക്ക് വേണ്ടിയുള്ളതാണ്. വേറെ ആരെയും ഡേറ്റ് ചെയ്യരുത് കിമെന്ന് പറയാ. അത് പറഞ്ഞു കഴിഞ്ഞതും ഗുവിന് ആ ബോഡിയിൽ നിൽക്കാൻ പറ്റിയില്ല. ബോഡിയിൽ നിന്നും ഗു പോയി എന്ന് മനസ്സിലായതും കിമ്മിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഇങ്ങനെ പെട്ടെന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും ഡേറ്റ് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ്. അവിടെ സിങ്കട്ടാക്കി നമ്മന്റെ വൈഫിനാണ് കാണിക്കുന്നത്. അവളുടെ അമ്മയുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നതിലും എത്രയോ നല്ലതല്ലേ ഫാമിലിയുടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷം നിന്റെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോ നല്ല സന്തോഷം തോന്നുന്നു അമ്മ അവളോട് പറയാണ്. അത് കേട്ട ഉടനെ നാടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് അവളെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഫാമിലി ലൈഫില് എപ്പോഴും തനിയെ അമ്മയെ കഴിച്ചിരിക്കുന്നത്. എപ്പോഴും അമ്മന് കൽപ്രിറ്റുകളെ പിടിക്കുന്നത് മാത്രമായിരുന്നു ചിന്ത. ഡെയിലി ഫുഡ് ഉണ്ടാക്കും, ഞാൻ തനിയെ ഇരിക്കും. വെയിറ്റ് ചെയ്ത് ഒരുപാട് ലേറ്റ് ആകുമ്പോ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം വരും. ഒരുപാട് ദിവസങ്ങളിൽ എന്നെ വിളിക്കാതിരുന്നാലും ഞാൻ ഒരു പരാതിയും കാണിക്കാറില്ല. ഈ ലോകത്ത് തന്നെ ഒരേ ഒരു പോലീസുകാരനുള്ളത് പോലെയാ. അത് തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടതും. എന്നാ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ അത് തന്നെ ഞങ്ങളിൽ ഒരു വലിയ വിടവായി. ഒരു മൊമെന്റിലും എന്റെ ഒപ്പം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരുപാട് ലോൺലി ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ആ ഒരു ഫ്ലവർ ഷോപ്പിൽ പോകുന്നത്. അവിടെ എനിക്ക് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ സ്പേസ് കിട്ടി. അതിനെക്കാട്ടിലുപരിയായിട്ട് എനിക്ക് വേണ്ടി ടൈം തരാൻ തുടങ്ങി. എന്റെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ച് ഗിഫ്റ്റ് ഒക്കെ തന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാൻ ആരൊക്കെ ഉള്ളതുപോലെ. ഞാൻ മനഃപൂർവ്വമല്ല, എന്നിലെ ലോൺലിനെസ് ആണ് ഈ ഒരു റിലേഷൻ ബിൽഡ് ചെയ്തത്. ഞാൻ നമ്മുമായിട്ട് ഡിവോഴ്സ് ചെയ്യാന്ന് കരുതുകയാണ് അമ്മയെന്ന് പറയാണ്. ഞാൻ ഇത്ര സങ്കടത്തോടെ അവളുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം പറയുന്നതെല്ലാം നമ്മ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മിന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നതല്ലാതെ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നാട് ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവള് പറഞ്ഞതെല്ലാം സത്യമാണ്. മോസ്റ്റ്ലി ഇങ്ങനെ വരുന്ന റിലേഷൻസിനെല്ലാം ഈ ഒരു പ്രശ്നമായിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം. കൊറിയയിലൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഒഫീഷ്യലായിട്ട് ഡിവോഴ്സ് ചെയ്യണം. അവിടെ സെയിം കട്ടാക്കി ഹീറോയും നമ്മും ഗൂവും ഹാനും എല്ലാരും കൂടെ ആ കേസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കേസിന്റെ കാര്യം പറയുന്നുണ്ട്. ആ പോലീസുകാരെല്ലാരും കൂടെ മൂടി മറിച്ച മറ്റൊരു കേസ്. മിനിസ്റ്ററിന്റെ കാറ് ഒരു ടണലിനുള്ളില് ആക്സിഡന്റ് ഉണ്ടാക്കി 2 പേര് അതിൽ മരണപ്പെട്ടു. ആ കേസും ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയെന്ന് പറയാ. ഈ കേസിന്റെ കാര്യം പറയാൻ തുടങ്ങിയത് ഹാൻ ശരിക്കും അപ്സെറ്റ് ആവാൻ തുടങ്ങി. കാരണം ആ മരണപ്പെട്ടത് അവളുടെ അച്ഛനും അമ്മയുമായിരുന്നു. ഹാൻ അവിടുന്ന് തനിയെ പോയി കുറച്ചു നേരമായിരുന്നു. അവിടെ സിങ്കട്ടാക്കി നമ്മവന്റെ വൈഫിന്റെ റൂമൊക്കെ ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചേക്കാണ്. അത് വന്ന് നോക്കുന്ന അവക്ക് ഷോക്ക് ആവുന്നുണ്ട്. അമ്മയോട് അമ്മയാണോ ക്ലീൻ ആക്കിയെന്ന് ചോദിക്കുക. എന്നാൽ അമ്മയും ഈ കാര്യം അറിഞ്ഞില്ല. ഇപ്പൊ നമ്മിന്റെ വൈഫിന് നമ്മ ഇവിടെ തന്നെ ഉണ്ടോന്ന് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. പല ഇൻസിഡൻസും ഒക്കെ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോ അവൾ ഏകദേശം കൺഫേം ചെയ്ത മട്ടാണ്. അവിടെ സിങ്കട്ടാക്കി ആക്സിഡന്റ് നടന്ന ആ ഒരു ടണലിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഹീറോ. ഹാനു ഉടനെ കാറിൽ വന്നിരുന്നിട്ട് ഞാൻ കാർ ഓടിക്കാം, സേഫ് സോൺ ഇല്ലാതെ എങ്ങോട്ടാ പോകുന്നത്, അതുമല്ല അതിനെക്കാട്ടിലും സേഫ്റ്റി കുറവാണ് നിന്നെ കൊണ്ട് കാർ ഓടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഹാൻ ഡ്രൈവ് ചെയ്ത് അവർ ആ ടണലിലേക്ക് വന്നു. ഹാൻ ടണലിനുള്ളിലേക്ക് കയറിയതും അവിടെ നടന്ന പല കാര്യങ്ങളും അവക്ക് ഓർമ്മ വരാൻ തുടങ്ങി. ആ ഒരു ആക്സിഡന്റിന് ശേഷം ഹാനിനെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മൊത്തം ഹീറോയുടെ അങ്കിളാണ് അവളുടെ കയ്യിൽ ആ ക്യാമറ ഏൽപ്പിച്ചതും ഞാൻ ആരെങ്കിലും വിളിച്ചോണ്ട് വരാം, നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞ് കാർ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാനത് നിർത്തിപ്പിക്കാന്ന് പറഞ്ഞ് റോഡിലോട്ട് പോയി നോക്കുകയാണ്. എന്ന ഒരു കാർ വേഗത്തിൽ വന്ന് അങ്കിളിനെ അവിടെ ഇടിച്ചിരിക്കുകയാണ് ചെയ്തത്. ആ ഒരു ആക്സിഡന്റോടെ അങ്കിളും മരണപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഹാനിന് കൂടുതൽ സങ്കടാവാൻ തുടങ്ങി. ഞാൻ കാരണം നിന്റെ അങ്കിളും മരണപ്പെട്ടത്, എന്നെ രക്ഷിക്കാനായിട്ട് നോക്കിയാണ് അങ്കിളിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് അവള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കും ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. അതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.